വെൽക്കം ടു ഡ്രീംസ് ഓഫ് മെഹബ. അപ്പോൾ നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ജേർണലിംഗ് സെറ്റ് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള ജേർണലിംഗ് സെറ്റിൻ്റെ കോലമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഇതിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതിന് അടി മുതൽ, അതായത് തല മുതൽ വാല് വരെയുള്ള കാര്യങ്ങൾ ഞാനിതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ് എനിക്ക് കാണിച്ചു തരുന്നത്. ഈ വലുപ്പത്തിൽ വരുന്ന പേപ്പർ കട്ടിങ്സ് ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ ബർത്ത്ഡേൻ്റെ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തു കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഈ രണ്ട് തലകൾ നമ്മൾ മുറിച്ച് കളഞ്ഞു. പിന്നെ അടിയിൽ കുറച്ച് യൂസ് ചെയ്തതാണ്. പിന്നെ ഇതും എൻ്റെ ബർത്ത്ഡേൻ്റെതിന് യൂസ് ചെയ്തതാണ്. ഞാൻ ജേർണൽ ചെയ്ത ബുക്കിൽ കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് കുറച്ച് പിൻട്രസ്റ്റി മോഡലായി വരുന്ന കുറച്ച് പേപ്പർ കട്ടിങ്സ് തന്നെയാണ്. നല്ല മൂണൊക്കെ വരുന്ന ഐറ്റം. ബ്ലൂബെറി നട്ട്സ് ഇങ്ങനത്തെ മിക്സ് കളർ വന്നിട്ടുണ്ട്. പിന്നെ ഈ റെഡ് അല്ല പിങ്ക് കളറിൽ വരുന്നൊരു മൗണ്ടെയ്ൻസും ബ്ലൂ സ്കൈയിൽ നല്ല വൈറ്റ് മൂണും, പിന്നെ ബിഫോർ സൺറൈസ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ ഇതിൻ്റെ തലയെല്ലാം ഞാൻ വെട്ടിയെടുത്തു. നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും, പക്ഷേ ഈ കുഞ്ഞ് ബുക്കിലൊന്നും ഇത് കൊള്ളത്തില്ല. അപ്പോൾ കട്ട് ചെയ്തതാണ്. പിന്നെ വരുന്നത് കുറച്ച് പേപ്പർ കട്ടിങ്സ് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാനുള്ള സാധനമായതുകൊണ്ട് അത്ര കണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് വരുന്നത് ലിവ് ഫോർ അവർ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ്. ഇത് നമുക്ക് ഈ പേര് മാത്രം കട്ട് ചെയ്തെടുക്കാം. ലീവ് ഓഫ് എന്ന് കട്ട് ചെയ്യാം, അവർ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന് കട്ട് ചെയ്യാം. ഈ ചിത്രമൊക്കെ കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലവ് ദി സ്റ്റാർസ്, നമുക്ക് ലവ് മാത്രമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ജേർണൽ സെറ്റിൽ തന്നിട്ടുള്ള പേപ്പർ കട്ടിങ്സ് നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പിന്നെ സ്റ്റെറി നൈറ്റ് ലുക്ക് ഔട്ട് ഓൺ എ സമ്മർ ഡേ, പെയിൻറ്റ് യുവർ പാലറ്റി പർപ്പിൾ ആൻഡ് ഗ്രേ കളേഴ്സ് ചേഞ്ചിങ്. പിന്നെ നമ്മൾ പർപ്പിൾ കളറിലാണല്ലോ ഈ ഒരു ജേർണലിംഗ് സെറ്റ് വേണ്ടി, പർപ്പിൾ കളർ ജേർണലിംഗ് സെറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ക്രിയേഷനായിട്ടാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. ഓഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് പർപ്പിൾ സീ ലൈൻ എന്നൊക്കെ പറഞ്ഞാണ് ഒരു മോഡൽ. ഇതിൻ്റെ അടിയിലുള്ള കൊറിയൻ എഴുത്ത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ കാണാത്ത വലിപ്പം കുറഞ്ഞ പിന്നെതാ ഇത്, പിന്നത് ഇത് കാണിച്ചു. പിന്നെ ഇത് കട്ട് ചെയ്ത് മുകളിൽ വെച്ചപ്പോൾ നമുക്ക് യൂസിങ് ഈസി ആവില്ല. ഇത് അടി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലുള്ളൊരു ഇതുപോലത്തെ റൈറ്റിങ് ഞാൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ പിന്നെ വരുന്ന രണ്ട് പോക്കറ്റ്സ് ആണ്. ലെറ്റർ കൊടുക്കുന്ന രണ്ട് പോക്കറ്റ്സ് കണ്ട നല്ല അടിപൊളി ഡിസൈനിൽ പർപ്പിൾ കളറൊക്കെ വന്നിട്ടുണ്ട്. രണ്ട് പോക്കറ്റ്സ് ഒന്നുകൂടെ ഉണ്ട്. അങ്ങനെ രണ്ടെണ്ണം.
പിന്നെ വന്നിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഉണ്ട് കേട്ടോ പേപ്പർ കട്ടിങ്സ്. ഇത് കൊറിയൻ ആണോ ചൈനീസ് ആണോ എന്ന് എനിക്കറിയത്തില്ല. കൊറിയൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഭാഷ, ആ ഭാഷയിൽ ഇടുന്നത് കാണുന്നുണ്ടാവില്ല. പിന്നെ ഇതാ ഇവിടെ ഇത് സ്റ്റിക്കറാണ്. കണ്ട, ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റിയ സ്റ്റിക്കറാണ്. അപ്പോൾ അത് നമുക്ക് ഈ സൈഡിലായിട്ട് വെച്ചെടുക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതി ഒന്ന് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റിക്കർ തന്നെയാണ് കേട്ടോ. കണ്ടോ, ചെറിയ സ്റ്റിക്കേഴ്സ്. എനിക്ക് ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ 2 എണ്ണം. പിന്നെ കുറച്ച് സ്ക്വയറിൽ വരുന്ന സ്റ്റിക്കേഴ്സാണ്. ഇത് കണ്ട സ്റ്റിക്കേഴ്സാണ് നമുക്ക് ഒരിക്കലും തോന്നുന്നത്, പക്ഷേ ഇത് സ്റ്റിക്കേഴ്സാണ്. കണ്ട, സ്റ്റിക്കേഴ്സാണ്. ഇത് ടോട്ടൽ 12 എണ്ണം വരുന്നുണ്ട്. 3 നമ്മൾ കട്ട് ചെയ്തപ്പോൾ ബാക്കി ഇനി 9 എണ്ണമേ ഉള്ളൂ. പിന്നെ അതുപോലെ റൗണ്ടിൽ വന്നിട്ടുണ്ട് കുറച്ച്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതൊക്കെ സ്റ്റിക്കേഴ്സാണ്. എനിക്ക് കാണിച്ചു തരാം. ഇത് സ്റ്റിക്കറാട്ടോ, സ്റ്റിക്കർ ബോർഡ്സാണ്. പിന്നെ ഒരു യൂസിങ് കൂടെ ഇതിൽ ബെറ്റർ ആയിട്ട്, അതായത് ഞാൻ കാണിച്ചു തരാം, ലാസ്റ്റ് ഞാൻ കാണിക്കാം. ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇതും അതുപോലത്തെ സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ഇതും സ്റ്റിക്കേഴ്സാണ്. ഇതും സ്റ്റിക്കേഴ്സ് തന്നെയാണ്. ചെറിയ ചെറിയ കുഞ്ഞു സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, ഇതിലുള്ള ഈ സ്റ്റിക്കേഴ്സ് മുഴുവൻ നമ്മൾ എല്ലാത്തിലും ഉള്ള സ്റ്റിക്കേഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറിയുടെ അതേ വലുപ്പത്തിലാണ് ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇവിടുന്ന് ഈ വൈറ്റ് കളറിലുള്ള സാധനം ഇതാ ഇത് മാത്രമായിട്ട് ഒട്ടിക്കാൻ കഴിയും. ഓക്കെ. പിന്നെ വരുന്നത് വണ്ടർഫുൾ ഡേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനമാണ്. ഇത് ഫ്യൂച്ചർ മാജിക്. ഇങ്ങനത്തെ ഒരുപാട് വരുന്നുണ്ട്. ഞാനിതൊന്നും എണ്ണീറ്റ് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കണക്ക് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. 19 വണ്ടർഫുൾ ഡേയുടെ ഷീറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ വെക്കാം. പിന്നെ 18 ഇത് വരുന്നത് ഞാൻ യൂസ് ചെയ്തതുകൊണ്ടാട്ടോ കുറഞ്ഞിട്ടുള്ളത്. ഒന്ന് നമ്മുടെ ഈ മെമ്മോയും പിന്നെ ഇതും ഞാൻ ഓരോന്നിൻ്റെ സിസ്റ്ററിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം 20 ആണ് വരുന്നത്. 20 എണ്ണമാണ് കേട്ടോ എല്ലാം വരുന്നത്. ഓക്കെ. മെമ്മോ 16 എണ്ണേ ഉള്ളൂ. 4 എണ്ണം. ഒന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്തു, ഒന്ന് അനിയത്തിക്ക് കൊടുത്തു ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒന്നല്ല 2 ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. കുറച്ച് കട്ടിങ് പേപ്പേഴ്സാണ്. നമുക്ക് എന്തായാലും ഇത് നോക്കാം. പിന്നെ ഇതിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക്. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കാം. വേണ്ട, ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ കഴിയും. അതായത് കട്ട് ചെയ്യുന്ന ഐറ്റമാണ് ഇത്. 3 എണ്ണം ആയിട്ടാണ് വരുന്നത്. വേണ്ട, 3 എണ്ണം അങ്ങനെയുണ്ട്. അതിലും അവർ കണക്കാക്കി 20 ആക്കിയിട്ടാണ് തരുന്നത്. ഇങ്ങനത്തേത് ഇത് 20 എണ്ണോ അതിൽ കൂടുതലും ഉണ്ടാകും, അറിയില്ല, ഞാൻ എണ്ണിയിട്ടില്ല കേട്ടോ. പിന്നെ അത് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ഐറ്റംസാണ് തോന്നുന്നത്. കണ്ട, നല്ല അടിപൊളിയായി വരുന്ന സാധനം. സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മമ്മീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിത് വാങ്ങി തരുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു
ഇതത്ര കാര്യമാക്കി നീ വെക്കണ്ട, കാരണം ഇത് അങ്ങനെ യൂസ് ചെയ്യുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ട് എന്ത് കാര്യം എനിക്ക് എന്ത് ഗുണമാണ് എനിക്ക് കിട്ടാനുള്ളതെന്ന് ഉമ്മ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു രസമല്ലേന്ന് പറഞ്ഞപ്പോൾ മമ്മി പറ്റൂല എന്നൊന്ന് പറഞ്ഞായിരുന്നു. അതെന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി പറഞ്ഞാണെന്നും എനിക്കറിയാം. അപ്പോൾ മമ്മി സർപ്രൈസ് ആക്കാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ ബർത്ത്ഡേക്ക് തന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. പിന്നെ വരുന്നത് കുറച്ച് ഡേറ്റ്സ് ആണ്. ഇത് 1 മുതൽ 30 വരെ ഉള്ളതാണ്. 30 ഇതാ പ്ലേസൊക്കെ മാറിയിട്ടുണ്ട്. ഇത് അവർ തന്നപ്പോൾ തന്നെ ഒരു കഥ ആയിരുന്നു. നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചു ഓക്കെ, കാണുന്നുണ്ടായിരിക്കുമല്ലേ? ക്ലിയർ ഇത്രയും കുറവാണ് തോന്നുന്നു. പിന്നെ ഇതാ 2 വാഷിംഗ് ടാപ്പ് ഉണ്ട്. ഒന്ന് പ്ലെയിനാണ്, ഒന്ന് ഇതുപോലെ പലതും എഴുതി വെച്ചിട്ടാണ്. പിന്നെ ഈ ഡയറിയും ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ജേർണലിംഗ് സെറ്റ് നമ്മൾ ഓർഡർ ചെയ്തതിൽ. വേറെ അതിൽ കൂടി വന്നത് വേറെ ഒന്നുമല്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിൽ എഴുതുമ്പോഴൊക്കെ നമ്മൾ സാധാ മഷി വെച്ചിട്ട് എഴുതണ്ടെന്ന് വിചാരിച്ച് ബർത്ത്ഡേക്ക് ഇത് മമ്മയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ ഡാഡിയുടെ ഗിഫ്റ്റുമായിട്ട് ഒരു മിഠായി പാക്കറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഡാഡി അത് കൊണ്ടുവന്നു. പിന്നെ ഞാൻ പറഞ്ഞതാ ഒരു ഗ്ലിറ്റർ പെൻ, പേർപ്പിൾ ഗ്ലിറ്റർ പെന്നാണ്. പിന്നെ പേർപ്പിൾ നോർമൽ പെന്ന്, പിന്നെ ഒരു ബ്ലൂയിങ് പെൻ ഇതെൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ ഇതാ ഈ ഒരു ബ്ലാക്കിങ്ങും. ഇത് രണ്ടും ക്യാൻഡിയുടെ പാക്കറ്റും ഫെവിഗോളും ആണ് എൻ്റെ ഡാഡിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഈ പെട്ടിയിൽ ഞാൻ ഇത്രയ്ക്ക് വെക്കുന്നുള്ളൂ. നമുക്ക് സിസർ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പോൾ നമുക്ക് സിസറും ഇതിൽ വെക്കാം. നമുക്ക് ഇങ്ങോട്ട് ഈ ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ ഈ ബോക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ ഫെവിഗോള് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് നമ്മുടെ ഡയറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറി ഇങ്ങനെയൊരു ബുക്കാണ്. ബുക്കിന് മേലെ നമുക്ക് അവർ ക്രിയേഷൻ ചെയ്ത് വെച്ച് തരുന്നൊരു സാധനമാണ് ഈ കവറ്. കുറച്ച് സേഫായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു ചെയ്യുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു 100-ലധികം പേജസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള ജേർണലിങ്സ് എനിക്ക് കാണിച്ചു തരാം. നമ്പർ 1 ഇത് ഞാൻ യൂട്യൂബിൽ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ മമ്മയുടെയും ഡാഡിയുടെയും എൻ്റെയും സിസ്റ്ററിൻ്റെയും ബ്രദറിൻ്റെയും ബർത്ത്ഡേ ഡേറ്റും അതൊക്കെ ചെക്ക് ലിസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അത് മെമോ വെച്ച് ചെയ്തതാണ്. കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു ഇതിൽ. പിന്നെ ഇതെൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേൻ്റേത്, ഇതെൻ്റെ ബർത്ത്ഡേൻ്റെ ആണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഫൈൻഡ് ലൈറ്റ്സ്, പിന്നെ ഓൾ വി ക്യാൻ ഡു ദിസ് വർക്ക് ഇറ്റ് ഔട്ട്, ലെറ്റർ ഫ്രം ദി മൂൺ, സെറ്റ് ഗോൾസ്, സേ പ്രേയേഴ്സ്, സ്റ്റഡി ഹാർഡ്. പിന്നെ ഞാനിത് തുടങ്ങി വെച്ചത് 3-ാം തീയതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഒരു മാസത്തേത്, ഇത് 3, ഇവിടെ 31, ഇവിടെ 2, പിന്നെ 20. പിന്നെ ഇത്രയും ജേർണലിങ്സ് തന്നെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു മാജിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജേർണലിങ് സെറ്റിൽ നമ്മൾ ചെയ്തത്, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതൊന്നും എടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ ജേർണലിങ് സെറ്റിലെ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ ഇവിടെ ഒട്ടിച്ചതാണെന്നല്ലോ, അത് നമുക്ക് ഊരിയിട്ട് സ്ഥലം മാറ്റി ഒട്ടിക്കാനൊക്കെ കഴിയും. അങ്ങനത്തെ ഒരു മോഡലാണ് ഈ ജേർണലിങ് സെറ്റ്. അപ്പോൾ നിങ്ങൾക്കും ഇത് വേണമെന്നുണ്ടെങ്കിൽ മീഷോയിൽ ഓർഡർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്താം.
ഓക്കെ ബൈ ബൈ. ഇനിയും ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസുമായി ഞാൻ വീണ്ടും വരും.